ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇബാദത്ത് എന്നത് നിങ്ങളുടെ ഒരു ചെറിയൊരു ഹദീസ് അദ്ദുആഉ വൽ ഇബാദ എന്ന് പറയുന്ന എന്ന് പറയാൻ കഴിയുന്ന ഇത്തിരി പോകുന്നൊരു ഹദീസും അതുപോലെ തന്നെ 1.25 വരി മാത്രമുള്ള ഒരു ആയത്തും കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നതാണോ ഇസ്ലാമിലെ ഇബാദത്ത്? നേരെ മറിച്ച് അത് വളരെ വിശാലമാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റം ആശയസമ്പുഷ്ടമായതാണ്. ആ ആശയസമ്പുഷ്ടമായ കാര്യം നിങ്ങളുടെ ഇത്തിരി പോകുന്നൊരു ഹദീസ് കൊണ്ടോ 1.25 വരിയുള്ള ഒരു ആയത്ത് കൊണ്ടോ സമർത്ഥിക്കുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് അതിന് ഇസ്ലാമികമായ സൈദ്ധാന്തിക വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ഇസ്ലാമിക കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അതേ ഇസ്ലാമിസ്റ്റുകളായ ആളുകൾ വിശദീകരിക്കണം. എങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്ന് വാശിയുള്ള ജമാഅത്തുകാരനുണ്ട് എങ്കിൽ, അങ്ങനെ വാശിയുള്ള ജമാഅത്തുകാരനുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്ത് ഞങ്ങളിതാ തെളിവ് തന്നിരിക്കുന്നു, അതുപോലെ പ്രവാചകന്റെ ഹദീസ് തെളിവ് തന്നിരിക്കുന്നു. ഇനി പ്രബോധനമാണോ തെളിവ് വേണ്ടത്? എങ്കിൽ കേട്ടോളൂ, പ്രബോധനം പറയുകയാണ്. എന്താ പ്രബോധനം പറയുന്നത്? പ്രാർത്ഥന ബ്രാക്കറ്റിൽ ദുആ ഇബാദത്തിന്റെ കാതല. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന ഇബാദത്തിന്റെ മജ്ജയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ എല്ലാ ഇബാദത്തുകളും പ്രാർത്ഥനകളാണ്. ഈ അടിസ്ഥാനത്തിൽ എല്ലാ ഇബാദത്തുകളും പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു ഇബാദത്തില്ല. അത് ഞാൻ പറയുകയല്ല എന്നല്ല, പ്രാർത്ഥനയില്ലാത്ത ഇബാദത്ത് മജ്ജയില്ലാത്ത അസ്ഥി പോലെ ശക്തിയോ ചൈതന്യമോ ഇല്ലാത്ത കേവലം പുറംതോടുകളാകുന്നു. മനുഷ്യരെ ഒരു പക്ഷേ അത് കാണിച്ച് വഞ്ചിക്കാൻ പറ്റിയേക്കും. അള്ളാഹുവിനെ പറ്റില്ല. അവന്റെ അടുത്ത് അത്തരം കാലിത്തൊണ്ടുകൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കുകയില്ല. എങ്ങനെയാണ് ഇബാദത്ത് ദുആയായി തീരുന്നത്, ബ്രാക്കറ്റിൽ പ്രാർത്ഥനയായി തീരുന്നത്? നിങ്ങൾ പൊതുവഴിയിൽ നിന്നൊരു മുള്ളെടുത്ത് മാറ്റുന്നുവെന്ന് വെക്കുക. അത് ഈമാനിന്റെ സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ്, താല്പര്യമാണ് എന്ന ബോധത്തോടെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ അതൊരു ഇബാദത്താണ്. എന്തിനാണ് നിങ്ങൾ ഈമാൻ പൂർത്തീകരിക്കുന്നതും അതിന്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതും? അള്ളാഹുവിന്റെ പ്രീതി നേടാൻ. ആ മുള്ളു മാറ്റുന്നതിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി തേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇബാദത്തിന്റെയും മൗലികമായ പ്രേരകം അള്ളാഹുവിന്റെ പ്രീതിയോടുള്ള ആഗ്രഹമാണ്. അള്ളാഹുവിന്റെ പ്രീതിയോടുള്ള ആഗ്രഹമാണ്. ഇനിയും കേട്ടോളൂ വാചകം. ഓരോ ഇബാദത്തും നിർവഹിക്കുമ്പോൾ നമ്മുടെ അന്തരാളത്തിൽ ഒരു അർത്ഥനയുണ്ട്. ഓരോ ഇബാദത്തും നിർവഹിക്കുമ്പോൾ നമ്മുടെ അന്തരാളത്തിൽ ഒരു അർത്ഥനയുണ്ട്. അല്ലാഹുവേ, ഈ കർമ്മം നീ സ്വീകരിക്കുകയും അതുമൂലം നീ എന്നിൽ പ്രീതിയുള്ളവനാവുകയും ചെയ്യണമേ എന്നാണത്. ഈ അന്തർബോധം അതാണ് ഇബാദത്തിനെ ദുആയാക്കുന്നത്. തിരിഞ്ഞു പോകരുത്, തിരിക്കാൻ ശ്രമിക്കരുത്. നേർക്കുനേരെ കേട്ടോ, ഇവിടെ ദുആ ഇബാദത്താകുന്നത് എങ്ങനെ എന്നല്ല പ്രബോധനം പറയുന്നത്. ദുആ ഇബാദത്താകുന്നത് എങ്ങനെ എന്നല്ല പ്രബോധനം പറയുന്നത്. നേരെ മറിച്ച് ഇബാദത്ത് ദുആയാകുന്നത് എങ്ങനെ, ഇബാദത്ത് ദുആയാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇബാദത്തും അത് ദുആയാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരാൾ വഴിയിൽ ഒരു മുള്ളു കിടക്കുന്നത് കണ്ടു, അയാൾ അതെടുത്ത് മാറ്റി. അയാളെ സംബന്ധിച്ച് പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല, അയാൾ വേണ്ട അല്ലെങ്കിൽ ആരെയും കാലിൽ തട്ടേണ്ടെന്ന് പറഞ്ഞ് മാറ്റിയിട്ടാൽ അത് ഇബാദത്താണോ? അല്ല. മാറ്റിയിട്ടാൽ അത് ഇബാദത്താണോ? അല്ല. നേരെ മറിച്ച് ഒരാളെ സംബന്ധിച്ചിടത്തോളം വഴിയിൽ ഒരു മുള്ളു കാണുമ്പോൾ അവൻ ചിന്തിക്കുകയാണ്, എന്ത്? ഈ മുള്ളു നീക്കുക എന്നത് എന്റെ വിശ്വാസം, എന്റെ ഈമാനിന്റെ ഭാഗമാണ്. ആ ഈമാനിന്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആ മുള്ളെടുത്ത് നീക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ച തമ്പുരാനെ നീ ഇത് സ്വീകരിക്കണം. അതാണ് ഇബാദത്തിനെ ദുആയാക്കുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഒരവസ്ഥയിൽ ഒരിക്കലും അത് ഇബാദത്താകില്ല. പ്രാർത്ഥന വരുമ്പോഴേ അത് ഇബാദത്താകുന്നുള്ളൂ. അതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നാണ് വീണ്ടും പ്രബോധനം പറയുന്നത്. അതിനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ മജ്ജ എന്ന് വിശേഷിപ്പിച്ചത് എന്തുമാത്രം സൂക്ഷ്മവും സുന്ദരവുമായിരിക്കുന്നുവെന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ മുഹമ്മദ് നബിയുടെ ആ വിശദീകരണം എത്രമാത്രം സുന്ദരമാണ്, എത്രമാത്രം സൂക്ഷ്മമാണ് എന്നാണ് ആര് പറയുന്നത്? പ്രബോധനം പറയുന്നത്. പ്രബോധനത്തിന്റെ
പുസ്തകം ലക്കം 5 പുസ്തകം 38 പേജ് 38 വളരെ വ്യക്തമായത് കാണാൻ കഴിയും. അപ്പോൾ ഇബാദത്ത്, ആ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്. ഇബാദത്ത് എങ്ങനെ ദുആയാകും? വളരെ വ്യക്തമായി പ്രബോധനം വിശദീകരിച്ചു. ഇബാദത്ത് എങ്ങനെയാണ് ദുആയാകുന്നത് വളരെ വ്യക്തമായി വിശദീകരിച്ചു. മാത്രമല്ല, ഓരോ ഇബാദത്തും നിർവഹിക്കുമ്പോൾ നമ്മുടെ അന്തരാളത്തിൽ ഒരു അർത്ഥനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഓരോ ഇബാദത്തും നിർവഹിക്കുമ്പോൾ നമ്മുടെ അന്തരാളത്തിൽ എന്തുണ്ട്? ഒരു പ്രാർത്ഥനയുണ്ട്. മാത്രമല്ല, പ്രാർത്ഥനയില്ലാത്ത ഇബാദത്ത് മജ്ജയില്ലാത്ത അസ്ഥി പോലെയാണ്. ജമാഅത്തെ ഇസ്ലാമി പറയാറുണ്ട്, പ്രാർത്ഥനയില്ലാത്ത ഇബാദത്തുണ്ട്. ആ പ്രാർത്ഥനയില്ലാത്ത ഇബാദത്തുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നുവെങ്കിൽ പ്രബോധനം പറയുകയാണെന്ന് അത് മജ്ജയില്ലാത്ത അസ്ഥി പോലെയാണ്. എന്നിട്ട് അടുത്ത വാചകം ശ്രദ്ധിച്ചോ, മനുഷ്യരെ ഒരു പക്ഷെ അത് കാണിച്ച് വഞ്ചിക്കാൻ പറ്റിയേക്കും ജമാഅത്തുകാരാ, പക്ഷെ അള്ളാഹുവിനെ അത് കാണിച്ച് പറ്റിക്കാൻ പറ്റില്ല. എന്ത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാർത്ഥനയില്ലാത്ത ഇബാദത്ത് കാണിച്ചിട്ട് മനുഷ്യന്മാരെ പറ്റിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷെ അത് കാണിച്ചിട്ട് അള്ളാഹിനെ പറ്റിക്കാൻ കഴിയില്ല എന്ന് പ്രബോധനം വളരെ ക്ലിപ്തമായി, ക്ലിയറായി, വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. അത് രണ്ടും പോരാത്ത ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രബോധനവും പറഞ്ഞു തന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, എന്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്, ദുആ ഇബാദത്താണ് എന്ന മുജാഹിദുകളുടെ വിശദീകരണം അപൂർണമാണ്, അപൂർണമാണ്. പിന്നെ എന്താ ഇബാദത്ത്? അത് നേരത്തെ പറഞ്ഞില്ലേ, ചവിട്ടിയാൽ ചളുങ്ങാത്തതും അല്ലെങ്കിൽ അത് ചളുങ്ങുന്നതും, അതുപോലെ തന്നെ വലിച്ചാൽ നീണ്ടുവരുന്നതും വിട്ടാൽ ചേർന്നു പോകുന്നതും എന്നാൽ വിഘടിപ്പിക്കാൻ കഴിയാത്തതും ആയ ഒന്നാണ് എന്ത്? ഇബാദത്ത്. അതെങ്ങനെയാ സാഹിബ്? അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന് അർത്ഥമാകുമോ, വിശദീകരണമാകുമോ? ഇല്ല. സംഗതി ക്ലിയറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഠിപ്പിച്ചു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇബാദത്ത് മനസ്സിലായിട്ടില്ല. ഇബാദത്ത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഞാനൊരു ആരോപണം പറയുകയല്ല, നേരെ മറിച്ച് ഇബാദത്ത് ഒരു സമഗ്ര പഠനം എന്ന് പറയുന്ന പുസ്തകം, കെ.സി. അബ്ദുള്ള മൗലവി എഴുതിയ പുസ്തകം